രാഹുൽ ഈശ്വർ ഇപ്പോൾ ഒപ്പം ചേരുന്നുണ്ട്. രാഹുൽ ഈശ്വർ, നിങ്ങളുടെ പോരാട്ടങ്ങൾ സ്ത്രീകളുടെ പോരാട്ടങ്ങളെ നിർവീര്യമാക്കുന്നുവെന്നാണ് ഹണി റോസ് പറയുന്നത്. ദയവായി ശ്രദ്ധിക്കുക, വസ്ത്രധാരണം എല്ലാ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. വാക്കുകൾ സംസാരിക്കുന്നതും എല്ലാ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. സംസാരവും എല്ലാ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. പക്ഷെ വാക്കുകൾ അമിതമാകരുത്. അതേപോലെ വസ്ത്രധാരണത്തിന്റെ ചില സഭ്യതകൾ ഉണ്ടാകണം. വാക്കിന് മാന്യത വേണം, വസ്ത്രത്തിന് മാന്യത വേണം. സംസാരിക്കുമ്പോൾ നമ്മൾ മാന്യത പുലർത്തണം, അതേപോലെ വസ്ത്രധാരണത്തിന് മാന്യത പുലർത്തണം. ഈ പോയിന്റ് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? രണ്ട്, നിങ്ങളുടെ അടക്കമുള്ള ചാനലുകളുടെ താഴെ വരുന്ന കമന്റുകളിലെ 99% നോക്കുക ആരെയാണ് പിന്തുണയ്ക്കുന്നതെന്ന്. നമ്മൾ ചാനലുകളിൽ ഇരുന്ന് പലപ്പോഴും ലിബറലുകളുടെ കയ്യടി നേടാനും ഫെമിനിസ്റ്റുകളുടെ കയ്യടി നേടാനും സാധാരണ ജനങ്ങളുടെ സ്പന്ദനങ്ങളെ തിരിച്ചറിയാതെ മുമ്പോട്ട് പോകുന്നതിന് അർത്ഥമുണ്ടോ? സാധാരണ ജനങ്ങളുടെ സ്പന്ദനങ്ങളെ തിരിച്ചറിയാതെ നമ്മൾ പുറത്തു പോകുന്നതിന് എന്താണുള്ളത്? അതുകൊണ്ട് ഏക പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഹണി റോസിനെ ബഹുമാനം തന്നെയാണ്. പക്ഷേ ഹണി റോസിന് നേരെ ഉയർന്ന വിമർശനങ്ങളെ അവർ അഡ്രസ് ചെയ്യണം. ഫറാ ഷിബില അടക്കം, ഫറാ ഷിബില എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്, അവരൊരു അഭിനേത്രിയാണ്, കലാകാരിയാണ്. ഫറാ ഷിബില അടക്കം ഉന്നയിച്ച വിമർശനങ്ങളെ അവർ കാണണം. രണ്ട്, ഒരു കാര്യം കൂടെ താങ്കൾ ദയവായി ശ്രദ്ധിക്കണം. ഞാനിത് ഈ വാർത്ത പറയുന്ന ആളോടുകൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മൾ നമ്മുടെ മനസ്സിൽ കൈതൊട്ടൊന്ന് ആലോചിക്കുക, നമ്മുടെ മനസാക്ഷിയിൽ തൊട്ട് പറയുക, ഹണി റോസിന്റെ വസ്ത്രധാരണം ഓവറാണെന്ന് ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും ഉണ്ടോ? നമ്മൾ ആരെ പറ്റിക്കാനായി പറയുന്നത്? നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ്, ഈ പെൺകുട്ടി എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിൽ കാണുമോ? അല്ല ശ്രീ രാഹുൽ ഈശ്വർ, ഒരു വരി എടുത്തു പറയാം. രാഹുൽ ഈശ്വർ വലിയൊരു പ്രശ്നം, സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കുമെന്നാണ്. ഇപ്പോൾ അങ്ങ് നല്ല ഭാഷാ നിയന്ത്രണത്തിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വരി വായിച്ചത്. വസ്ത്രധാരണത്തിന് മാന്യത എന്നൊരു കാര്യമില്ലേ? വസ്ത്രധാരണത്തിന് വഷളത്വം എന്നൊരു കാര്യമില്ലേ? ഉർഫി ജാവേദ് എന്ന് പറയുന്ന ഹിന്ദി സ്ത്രീ ഇടുന്ന വസ്ത്രം പോലെ ഇട്ട് നടക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ സണ്ണി ലിയോണി ചില സിനിമയിൽ ഇടുന്ന പോലത്തെ വസ്ത്രം നമുക്ക് ഇട്ട് ധരിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ കണ്ണടച്ചിട്ടാക്കാം, അതെല്ലാം ടെക്നിക്കൽ അല്ലേ, അങ്ങോട്ട് നോക്കായിരുന്നല്ലേ പറയാം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ബോച്ചെ പറഞ്ഞതിനെ ആരും ന്യായീകരിച്ചില്ല. ബോച്ചെ പറഞ്ഞത് അദ്ദേഹം പിൻവലിക്കണമെന്നും ക്ഷമ പറയണമെന്നും ആ ക്ഷമ സ്വീകരിക്കണമെന്നുമാണ് ഹണി റോസിനോട് ഞാൻ അഭ്യർത്ഥിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അഭ്യർത്ഥന. ഇതിന്റെ പേരിൽ 3 വർഷം ബോച്ചയെ ജയിലിലിടണമെന്നാണോ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. 3 വർഷം BNSന്റെ 75 വകുപ്പ്, ഒരു കാര്യം മാത്രം, BNSന്റെ 75 4ാം ഉപവകുപ്പ് പ്രകാരം 3 വർഷം ജയിലിലിടണോ? ശ്രീ രാഹുൽ ഈശ്വർ പറയണം സാർ, പറയണം. ശ്രീ രാഹുൽ ഈശ്വർ, അതായത് അങ്ങ് പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അങ്ങ് തന്നെ ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയതിനെന്നാണ് കളിയാക്കുന്നത്. പിന്നെ സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം പോകുന്നതെന്ന് അറിയില്ലല്ലോ. എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാമെന്നും ഹണി റോസ് പറയുന്നുണ്ട്. സാർ, എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ പോയിന്റ് ഉണ്ട്. അതായത് ദയവായി ശ്രദ്ധിക്കണം, ഇതിന്റെ ക്രക്സ് ഒന്ന് മാത്രമാണ്. വസ്ത്രധാരണത്തിൽ മാന്യത വേണം, മര്യാദ വേണം. ഇപ്പം താങ്കൾ അടക്കമുള്ള പല ആൾക്കാരും എന്നോട് ചോദിച്ചു, രാഹുൽ ഈശ്വർ സംസാരത്തിൽ മര്യാദയും മാന്യതയും വേണ്ടത്. രാഹുൽ ഈശ്വറിന് സംസാരത്തിൽ മര്യാദ വേണം, ഇതേപോലെ ഹണി റോസിന് വസ്ത്രധാരണത്തിൽ മാന്യത വേണ്ടേ? ഇനി ഞാൻ ഒരു പോയിന്റ് മാത്രം പറയാൻ അവസരം തരിക. രാഹുൽ ഈശ്വറിന് സംസാരത്തിൽ മര്യാദ വേണം എന്ന് പറയുന്നത് പോലെ വസ്ത്രധാരണത്തിൽ മര്യാദ വേണം. ഇനി രണ്ട്, ഏറ്റവും പ്രധാനം, ബോബി ചെമ്മണ്ണൂറിനെ 3 വർഷം ജയിലിൽ ഇടണോ ഇതിനു വേണ്ടി? അദ്ദേഹം ഒരു കുന്തി പരാമർശം നടത്തി. ഒരു ഷഫാഖ് നാസ് എന്നൊരു ഹിന്ദി നടിയുണ്ട്. ഷഫാഖ് നാസ് ആണ് യഥാർത്ഥത്തിൽ മഹാഭാരതത്തിൽ കുന്തിയായി അഭിനയിച്ചത്. ഹണി റോസിനെ പോലെ ഇരിക്കുന്ന ഒരു നടിയാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞ് എനിക്ക് ബോബി ചെമ്മണ്ണൂറിനെ ന്യായീകരിക്കാം, പക്ഷെ ന്യായീകരിച്ചില്ല. ഞാനടക്കം ബോച്ചയെ വ്യക്തിപരമായി അറിയുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു ബോച്ചെ പറഞ്ഞത് ശരിയായില്ല, അദ്ദേഹം അത് പിൻവലിക്കണം, മാപ്പ് പറയണം. അപ്പോൾ സംസാരത്തിൽ മാന്യത വേണം എന്നതുപോലെ വസ്ത്രധാരണത്തിലും മാന്യത വേണം. ഇനി സർവോപരി ഇതിന്റെ പേരിൽ 3 വർഷം ഭാരതീയ ന്യായ സംഹിത 75 4ാം ഉപവകുപ്പ് പ്രകാരം ബോബി ചെമ്മണ്ണൂറിനെ 3 വർഷം ജയിലിലിടണമെന്നാണോ പറയുന്നത്? നമുക്കൊരു സെൻസ് ഓഫ് പ്രപ്പോർഷൻ വേണ്ടേ? ഒരു അനുപാതം വേണ്ടേ? ശരി, അപ്പോൾ അങ്ങ് പറഞ്ഞത് ശരിയാണെന്ന് അങ്ങ് ഇപ്പോഴും വിശ്വസിക്കുന്നു. ഹണി റോസിന്റെ പരാമർശത്തിൽ അങ്ങ് ഒട്ടും പിന്നോട്ടില്ല, ഉറച്ചു നിൽക്കും. ശരി രാഹുൽ ഈശ്വർ. ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതായത് സ്ത്രീകളുടെ പോരാട്ടങ്ങളെ താങ്കളുടെ ഭാഷാ പ്രാവീണ്യം കൊണ്ട് സംസാരിച്ച് ആ പോരാട്ടങ്ങളെ നിർവീര്യമാക്കുന്നു എന്നാണ് പറയുന്നത്. രാഹുൽ ഈശ്വർ പൂജാരി ആയിരുന്നെങ്കിൽ അവിടെ എത്തുന്ന സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഉണ്ടാക്കിയതിനെ എന്നും പരിഹാസം ഉണ്ട് ആ പോസ്റ്റിൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ. പ്രതികരിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ.